ഹായ് ഗൈസ് വെൽക്കം ഓണാണോ യാ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റുക്സയുടെ ഹോം ടൂറാണ്. റുക്സയുടെ ഒരു ഹോം ടൂർ ഇൻസ്റ്റയിൽ വളരെയധികം വൈറലായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ പ്രിക്കോഷ്യസ് ആയിട്ടാണ് ഈ ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇത് ചിരിക്കട്ടെടി നാറി. സോ ഇതാണ് റുക്സയുടെ വീട്, കാണിച്ചു കൊടുക്കൂ. വളരെ നല്ലൊരു വീടാണത്. എസ്തെറ്റിക്കലി ക്യാമറയൊക്കെ ഉണ്ട്. ആരിവിടെ അടിച്ചു കയറി വന്നാലും അടിച്ചിടും. അപ്പം നമുക്ക് വീടിന് ചുറ്റും കാണിച്ചു കൊടുക്കൂ. ചെടികൾ, യാ ലോട്ട് ഓഫ് ചെടി വേണ്ടവർ റുക്സാനെ ബന്ധപ്പെട്ടാൽ മതി. എന്നെ പോലെ വെയിലാണ്. ഇതാണ് റുക്സയുടെ വണ്ടി. ആ വണ്ടി കാണിച്ചു കൊടുക്കൂ. ഇത് എന്തിനിവിടെ ഇട്ടേക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. തൊടാറില്ലേ വണ്ടി? പിന്നെ അർമുവിൻ്റെ സൈക്കിൾ, റുക്സയുടെ സ്കൂട്ടർ, വാപ്പാടെ ബൈക്ക്, റുക്സയുടെ ചെടികൾ. റുക്സയല്ലേ നോക്കാറ്, മമ്മിയാണ്. കാരണം സ്വന്തം ജീവിതം തന്നെ വെള്ളം ഒഴിക്കാൻ റുക്സയ്ക്ക് സമയമില്ല. വരൂ, നമുക്ക് അകത്തോട്ട് പോവാം. നല്ലൊരു വീട്ടിലോട്ടാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. വരൂ. ഇതാണ് ഇതിനെന്തായിരുന്നു പറയുന്നത്, ലിവിങ് ഏരിയ ഹാളോ പറയടി. ഇതാണ് ഹാൾ. ഈ ടി വി നമ്മൾ കാണാറ് പോലുമില്ല, കാരണം നമ്മൾ ഇൻ്റർനെറ്റ് വേൾഡിലോട്ട് മാറിയിരിക്കുന്നു. ഇവിടെയും കുറേ ചെടികൾ. സത്യം പറഞ്ഞത് ഹോം ടൂർ അല്ലായിരിക്കും, ചെടികളുടെ ഒരു ലോകമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പ്ലാൻ ടൂർ. ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. സോ ബേസിക്കലി ഇത് ഞാൻ ലണ്ടനിൽ പോയപ്പോഴത്തേക്കും വിരുത്താമ്പല ദീനിപരമായിട്ടുള്ള ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. എനിക്ക് ഇതടയ്ക്കാം. ഹാളിൽ നിന്ന് നമുക്ക് നേരെ നാഷണൽ ഫോറസ്റ്റിലോട്ട് കിടക്കാം. ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ചെടികൾ. എന്നാൽ നമുക്ക് വേറെ സൈഡിലോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കാം, അവിടെയും കുറേ ചെടികൾ. എന്നാൽ നമുക്ക് വേറെ മൂലയിലോട്ട് കിടക്കാം. ഇവിടെയും ചെടികൾ, ചെടികൾ. ഇത് ഗാർഡനാണിത്. ഓരോ വട്ടം സങ്കടം വരുമ്പോഴും ചെടി വാങ്ങിച്ചു കൂട്ടിയാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഈ ഏരിയ അങ്ങനെ നമ്മൾ പ്ലച്ചിന് പണിത് വെച്ചേക്കുകയാണ്. ഇനി റുക്സാക്ക് വിഷമം വരുമ്പോൾ ഓരോ ചെടി വാങ്ങും. അങ്ങനെ ഇങ്ങനെ ഫോറസ്റ്റായി. ബാക്കി ഇനി സ്ഥലമില്ല, അതുകൊണ്ട് ബാക്കിയൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നു. ഇനി അപ്പുറത്തെ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കുമായിരിക്കും ബാക്കി ചെടികൾ. പിന്നെ ഹാള് റുക്സ് എനിക്ക് തരുന്ന ഭക്ഷണം. ഫുഡില്ലാത്തതുകൊണ്ട് റസ്ക് ജീവിതമാണ് ഇപ്പോൾ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായിട്ട്. ഇത് അർമുവിൻ്റെ പുസ്തകങ്ങൾ, പടം വരാം. ഇനി നമുക്ക് ഡാഡിയുടെ മമ്മിയുടെ റൂമിലോട്ട് പോവാം. ഇവിടെയാണ് അവർ വസിക്കുന്നത്. അതെ അതെ അതെ, നമ്മുടെ ഫ്രണ്ടിൽ ഫുൾ DJ ആണ്. വരൂ. കൊതുക് ബാറ്റുണ്ട്. ഇതാണ് അവരുടെ റൂം. ഇതൊരു വലിയ റൂമാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കിടക്കാം, ഇരിക്കാം, ചിരിക്കാം, കരയാം. ഇത് എസ്തെറ്റിക് ആയിട്ടൊരു സോഫയാണ്. സ്പായിലൊക്കെ ഇരിക്കുന്ന പോലെ. ഫ്ലച്ചിന് അവിടെ ഒന്ന് ഇരുന്ന് പോയി. പിന്നെ ഇത് വർക്കിംഗ് സ്പേസ് ആണ്. സോ എസ്തെറ്റിക്കലി വളരെ നല്ലൊരു വീടാണിത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ നമുക്കിങ്ങനെ കർട്ടനൊക്കെ ഇങ്ങനെ പൊക്കാം. പിന്നെ അപ്പുറത്തുള്ളവർ നമ്മുടെ കുൽസിതം കാണാണ്ടിരിക്കാൻ കർട്ടൻ നമുക്കിങ്ങനെ താത്താം. അങ്ങനെയെങ്കിലും ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോട്ടെ. പിന്നെ ഇതാണ്
ഓഹോ, ദാറ്റ് ഇസ് എ കട്ട്. ഇത് റുക്സയുടെ പെയിന്റിങ്സ് ആണ്. ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്താണിത്? അതെന്താ അത്? ഓക്കെ, ഇനി നമുക്ക് ഗസ്റ്റ് റൂമിലോട്ട് പോവാം. വരൂ. ചെടികൾ കാണിച്ചു കൊടുത്തോ? ഇതിലെല്ലാ ടൈപ്പ് ചെടികളും ഉണ്ട്. എവറി സോർട്ട് ഓഫ് പ്ലാന്റ്സ്. സോ No, you don't know the technical terms. ഇതിൽ philodendrons ആണ് കൂടുതലുള്ളത്. Apart from that, we have rubber plants. We have different types of monstera, money plants. Money plantiന്റെ തന്നെ we have pothos, marble pothos, പോത്തോ? normal variety. പോത്തല്ല, pothos. ആ, Sorry, പസ്മിനാക്ക് പറ്റിയൊരു മേഖലയല്ല അത്. ഇവിടെ സ്റ്റാൻഡിലും ചെടികൾ, അങ്ങനെ പറഞ്ഞാൽ പോരെ? Pothos. പോത്തോസ്, ഫോട്ടോസ്, ബമ്പിളിൻ്റെ മണ്ണ്. ബബിളിന്റെ അത് ബബിളിന്റെ പ്രൈവസിയാണ്, അത് കാണിക്കാൻ പറ്റത്തില്ല. സോറി. ഓക്കെ, നമുക്കിനി കിച്ചണിലോട്ട് പോവാം. റുക്സ് ഇവിടെ തീരെ കയറാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് ഇവിടെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. മൈക്രോവേവ്, ഓവൻ, സ്റ്റവ്, ഫ്രിഡ്ജ്. എൻ്റെ സ്നാക്ക് ഏരിയ ആണിത്. ഇവിടെയാണ് ഞാൻ സ്നാക്സ് ഒളിപ്പിച്ച് വയ്ക്കാറ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ബബിളിന്റെ കൂടെ സ്നാക്ക് ഏരിയയാണ്. യാ, ഇവിടെയും ചെടികൾ. ആ ചെടിയുടെ പേരെന്ന് പറഞ്ഞാണ് പോത്തോസ് 2.0. വരൂ. ഓ, ഇങ്ങോട്ട് വരാത്തതാണ് നല്ലത്. ഇത് ചെറിയ അടുക്കള, ചെറുതായിട്ട് കാണിക്കാം. ആ, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ബാ, ബാ, ബാ. അത് ഞാൻ കട്ട് ചെയ്യും. അത് വേണ്ട. വാ, ഇതാണ് ഗസ്റ്റ് റൂം. കയറുന്ന അവിടെ പിന്നെ ഒരു ചെടി. വരൂ. ആ, പോത്തോസല്ലേ, പോത്തോസല്ലേ, മനസ്സിലായി മനസ്സിലായി. ആ, പാമ്പുള്ള ഏരിയ. ഇതെൻ്റെ റൂമിൻ്റെ അവിടെ വയ്ക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ കുറേ സ്നേക്സ് ഉണ്ട്. സോ ഇതാണ് ഗസ്റ്റ് റൂം. പിന്നെ ഗസ്റ്റ് ഒന്നും വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. യാ, ഇവിടെ ഇപ്പോൾ ബമ്പിളാണ് കൂടുതലും ഉറങ്ങാറ്. അല്ല, അത് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഡു വാട്ട് യു ലവ്. യാ. പിന്നെ ഇവിടെ അലമാരകൾ. ഇത് ബമ്പിളിൻ്റെ ചീപ്പാണ് ആക്ച്വലി. മാറും. ഇതൊക്കെ ഫുൾ അർമോൻ്റെ സാധനങ്ങൾ. യാ, ഇവിടെ ഒന്നും. ആനയാ? ബമ്പിളിന് കുറേ ടോയ്സ് ഉണ്ട്. സോറി, ബമ്പിളിനല്ല, അർമോന്. മാറിപ്പോയി. യാ, അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കിടക്കാം. വരൂ. ഇവിടെയാണ് ഞാൻ നിസ്കരിക്കാൻ മുളു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കൂ. ഇവിടെയാണ് ഞാൻ മുളു കൊടുക്കുന്നത്. ഇവിടെയാണ് അവള് ബമ്പിളിനെ കുളിപ്പിക്കുന്നത്. കണ്ടില്ലേ ബമ്പിളിന്റെ ഷാമ്പു ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോട്ട് റെഡ് ഹാൻഡഡ് പസ്മിന. നമുക്ക് നേരെ മുകളിലോട്ട് പോകാൻ. വരൂ. This is like wash area and the bathroom. പകുതി സാധനം വിട്ടുപോയി കേട്ടോ. ഇച്ചിരി ടെൻഷനായിപ്പോയി. ഇത് നല്ലൊരു ഏരിയ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. യാ, ഇവിടെ ആക്ച്വലി വീഡിയോസൊക്കെ എടുക്കാൻ നല്ലതല്ലേ. യാ, ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഫസ്മിനയുടെ അൺയൂസ്ഡ് റൂമാണ്. കാരണം ഫസ്മിന ഇപ്പോൾ റുക്സാനായിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റൂമിൽ നമ്മൾ പ്രൊഡക്ട്സ് മാത്രം വയ്ക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഈ റൂം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിൽ നോക്കണ്ട. ഇവിടെ നിന്നാണ് എല്ലാ കുത്സിതവും തുടർന്നതല്ലോ, തുടങ്ങിയത്. നോക്കട്ടെ ഏരിയ ക്ലിയർ ആണോ. യാ,
നോക്ക് നോക്ക് എല്ലാ പ്രൊഡക്ട്സും എല്ലാവരും സൂം ചെയ്ത് നോക്കണം. അതെന്താ അത്? ഇത് കുറേ ബാംഗിൾസ് ആട്ടോ, കുറച്ച് മേക്കപ്പ്, പിന്നെ കുറേ സോപ്പും കാര്യങ്ങളും വന്നായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയി. അതുകൊണ്ട് കണ്ണിത് തുടച്ച് കളാ. ഇതാണ് ബാൽക്കണി. പിന്നെ പ്ലച്ചിന് ഇവിടെ ഉറങ്ങാം. സോ ഇത്രേ ഉള്ളൂ ഈ റൂമിൽ. ഇത് നമ്മൾ സ്റ്റോക്ക് എടുത്ത ഡ്രസ്സാണ്, വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുന്നു. വരൂ, അടുത്ത ഏരിയയിലോട്ട് പോവാം. ഇവിടെ വാഷ്റൂം വരുന്നു. പിന്നെ ഇതാണ് മേക്കപ്പ് ഏരിയ. പക്ഷെ ഇവിടുന്ന് മേക്കപ്പ് ഇടാറില്ല. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാളിലോട്ടാണ്. ഇവിടെ ഇരുന്നാണ്. അത് ഷാള. അതെൻ്റെ പെരുന്നാൾ ഡ്രസ്സായിരുന്നു, കിട്ടാത്ത ഡ്രസ്സിൻ്റെ ഷാള. ഇവിടെ നിന്നാണ് നമ്മൾ TV കാണാറ്. ലോട്ടസ് ഫ്രം ഗുർഗാവോൺ. ഇങ്ങോട്ട് വരൂ. ഇനി ഓപ്പൺ ടെറസ് ഞാൻ കാണിച്ചു തരാം. വെയിലാണ്. ഓ ഗോഡ്, ഇവിടെയും കുറേ ചെടികളുണ്ട്. പക്ഷെ ഇവിടുത്തെ ചെടികൾ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ റുക്സ. വെള്ളം ഒഴിക്കണം. വിരുത്താമ്പൽ വരെ പിടിച്ചു. ചെടികളോട് നിനക്കൊരു സ്നേഹവും മമതയും ഇല്ലെന്ന് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ എന്താ? പിന്നെ ഇവിടെ വെയിലാണ്. ഇതാണ് ഓപ്പൺ ടെറസ്. അത്രേ ഉള്ളൂ. ഇവിടുന്ന് വേണേൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോ. ആ ഏരിയയിൽ വെറുതെ പോയി കാറ്റ് കൊള്ളാം. പണ്ട് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നായിരുന്നു ഒച്ചപ്പാടുണ്ടാക്കാറ്. വരൂ പോവാം. ഇത് മമ്പിളിൻ്റെ കൂട്. മമ്പിള് വീട്ടിലാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചതാ, ഇത് എൻ്റെ യുദ്ധം ജയിക്കാൻ പോയ ഫ്രണ്ട് എനിക്ക് തന്നതാണ്, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. സോ യാ. ഇവിടെ നമ്മൾ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാറ് റുഫയുടെ. പിന്നെ അടിച്ചു വാരി. ഇതാണ് റുക്സയുടെ റൂം. ഇത് റുക്സയുടെ റീൽ എക്യുപ്മെന്റ്സ് ആണ്. ഇതൊക്കെ വെച്ചാണ് ഇന്നലെ റുക്സ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും ബാൽക്കണി, വലിയൊരു മിറർ. ഇവിടെ നിന്നാണ് നമ്മൾ റുഫയുടെ ഡ്രസ്സിങ് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അത് റുക്സയുടെ ഡ്രസ്സുകൾ കാണിക്കടി. റുക്സയുടെ പെരുന്നാൾ ഡ്രസ്സ്. ബാത്റൂമിൽ ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടില്ല. കറണ്ട് ബില്ല് ഞാൻ അടയ്ക്കുന്നതെന്നൊരു ഓർമ്മയുണ്ടോ? പിന്നെ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഏരിയ, ജ്വല്ലറി ബോക്സ്. പിന്നെ അങ്ങനെ കുറച്ച് റുക്സയുടെ കുറേ ഡ്രസ്സുകൾ. ഇവിടെ കൊള്ളാത്ത ഡ്രസ്സ് എൻ്റെ റൂമിലിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. അത് സാരില്ല, ഇരുട്ടിൽ കാണിച്ചാൽ മതി. ഹായ്. കുറേ ഡ്രസ്സ് അലക്കാനുണ്ട് കേട്ടോ. പിന്നെന്താണ്, കോപ്പിറൈറ്റ് തരുമോ? ഷഡ്ഡികൾ സാമഗ്രികളൊക്കെ ഉണ്ട്. ഇതാണ് ഓപ്പൺ ടെറസ്. ഇവിടെ നമ്മൾ ഡ്രസ്സ് അലക്കുന്നു, ഇടുന്നു. മമ്മി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടുന്ന് വ്യൂ നോക്കൂ താഴോട്ട്. കിജിലം വ്യൂ ആണ്. കിജിലം എന്ന് വെച്ചാൽ അപ്പോൾ അത്രേ ഉള്ളൂ ഹോം ടൂർ. ഇഷ്ടപ്പെട്ടാൽ ഡു വാച്ച് മോർ ഓഫ് മൈ വീഡിയോസ്. എന്താണ് താങ്കളുടെ വീടിനെ പറ്റി പറയാനുള്ളത്?
വളരെ നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള ഒരു വീടാണ് താമസിക്കാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.